കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. ആയിരം തിരികൾക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്നത് കൊണ്ട് ഒരു മെഴുകുതിരിയുടെ ആയുസ് കുറയുന്നില്ല. പങ്കുവയ്ക്കുന്ന സന്തോഷവും അതുപോലെയാണ്. തിരിച്ചു കിട്ടണം എന്ന് പ്രതീക്ഷിച്ച് ഒരു ചിരി പോലും ആർക്കും കൊടുക്കരുത്. ഒന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ നൽകുമ്പോഴല്ലേ അതിനൊരു പവറുള്ളൂ. അപ്പോൾ കൂട്ടുകാരെ, ചുമ്മാ ഇരുന്ന് ഓരോന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാതെ ചുറ്റുമുള്ളവർക്ക് നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് ഇന്നത്തെ ദിനം നമുക്ക് സന്തോഷത്തോടെ ആരംഭിക്കാം. നമ്മുടെ റേഡിയോ പ്രിയോറിനൊപ്പം 5Bയിലെ കൂട്ടുകാർക്കും ദേ ടീച്ചറിനുമൊപ്പം ഞാൻ ആൻമരിയ റൊസാലിയ സൈനിങ് ഇൻ. കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. മറ്റൊരാളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിക്ക് നമ്മളാണ് കാരണമെന്ന് തിരിച്ചറിയുന്ന നിമിഷമാണ് നമ്മെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത്. ഇന്ന് ലോക ചിരിദിനമാണ്. എല്ലാ വർഷവും മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയാണ് ലോക ചിരിദിനമായി ആഘോഷിക്കുന്നത്. ചിരിക്ക് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട്. മാനസിക സമ്മർദ്ദം, വേദന എന്നിവ കുറയ്ക്കുക, ഹൃദയാരോഗ്യം സംരക്ഷിക്കുക തുടങ്ങി ചിരിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങൾ ഏറെയാണ്. ചിരിക്കുന്നതിൻ്റെ പ്രാധാന്യം അറിയാനും ലോക സമാധാനത്തിനും വേണ്ടിയാണ് ലോക ചിരിദിനം ആഘോഷിക്കുന്നത്. ചിരിക്കുന്നതും ഒരു കഴിവാണ് അല്ലേ? പലപ്പോഴും ഓരോ നല്ല തുടക്കത്തിൻ്റെയും നല്ല അവസാനത്തിൻ്റെയും കാരണം നല്ലൊരു ചിരിയായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ, മെയ് മാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ ഈ ചിരിദിനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ചുണ്ടിൽ പുഞ്ചിരി വിരിക്കാനായി ഒരു മെയ് മാസ ഗാനവുമായി വരുന്നു ആൻമരിയ റൊസാലിയ. മെയ് മാസം മനസ്സിനുള്ളിലെ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും, ചെറിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പ് തുറക്കാൻ പമ്മിപ്പറക്കും, കുക്കുക്കൂ കുയിൽ കൂട്ട് തുത്തുത്തൂ, തുയിൽ പാട്ടിൻ പറയാൻ മറന്നതെന്തിടൂ ഇടൂ, പൊട്ടു തൊട്ടു മെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും, അച്ചെറിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പു തുറക്കാൻ പമ്മിപ്പറക്കും. ആപ്പിൾ പൂവിൻ കവിളിൽ നുള്ളും ഏപ്രിലാകുന്നു, ആമസോൺ നദി നിന്റെ മിഴിയിൽ തെന്നി ഒഴുകുന്നു, കാതൽ മാസം കനവിനുള്ളിൽ കവിത മൂളുന്നു, കണ്ണിലെഴുതാൻ മഷിയൊരുക്കാൻ മുകിലുലാവുന്നു, എൻ മുല്ലക്കൊടിയെ എൻ മഞ്ഞുതുള്ളിയെ പിണങ്ങാതെടൂ ഇടൂ, മുത്തും മുത്തുമെയ് മാസം മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളിത്തുള്ളിക്കും, അച്ചെറിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പ് തുറക്കാൻ പമ്മിപ്പറക്കും, കുക്കുക്കൂ കുയിൽ കൂട്ടിൽ തുത്തുത്തൂ, തുയിൽ പാട്ടിൽ പറയാൻ മറന്നതെന്തിടൂ ഇടൂ, പൊട്ടു തൊട്ടു മെയ് മാസം മനസ്സിനുള്ളിൽ
മഴത്തുള്ളിയായി തുള്ളിത്തുളിക്കും ചെറിപ്പൂക്കൾ ചിരിക്കാറ്റിൻ ചെപ്പ് തുറക്കാൻ പമ്മിപ്പറക്കും. യായി യായിയേ യായി യായിയേ യായി യായിയേ യായി യായിയേ. ചിരിക്കാൻ കഴിയുക എന്നതുപോലെ തന്നെ പ്രധാനമാണ് ചിരിപ്പിക്കാനുള്ള കഴിവും. അത് എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. മറ്റൊരാളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത തരത്തിൽ കാര്യങ്ങൾ രസകരമായി അവതരിപ്പിക്കാൻ വളരെ ചുരുക്കം പേർക്കേ സാധിക്കൂ. അങ്ങനെ ഒരാളായിരുന്നു മലയാളത്തിലെ ഹാസ്യ കവികളിൽ അഗ്രഗണ്യനായിരുന്ന കുഞ്ചൻ നമ്പ്യാർ. നർമ്മത്തിൻ്റെ മേമ്പൊടിയോടെ പല പ്രശ്നങ്ങളും അദ്ദേഹം പരിഹരിച്ച കഥകൾ നാം വായിച്ചിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു ഫലിത കഥ നമുക്കായി അവതരിപ്പിക്കുന്നു മണികണ്ഠൻ PS. പ്രാചീന കവിയത്രങ്ങളിൽ ഉൾപ്പെട്ട കവിയായ കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ഇദ്ദേഹം. നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹിക വിമർശനമാണ് നമ്പ്യാർ കൃതികളുടെ മുഖമുദ്ര. നമ്പ്യാരുടെ ഫലിതങ്ങൾക്ക് മൂർച്ചയുണ്ട്, ശക്തിയുണ്ട്. സമൂഹത്തിലെ ദുഃഖങ്ങൾക്ക് പലതിനും അവ മരുന്നായി മാറിയിട്ടുണ്ട്. ഉണ്ണായി വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരാണ്. ഒരിക്കൽ ഇവർ രണ്ടുപേരും പത്മതീർത്ഥക്കരയിൽ നിൽക്കുകയായിരുന്നു. കുളിക്കാൻ കുളത്തിൽ കാതിലോല ധരിച്ചിട്ടുള്ള ഒരു യുവതിയും കൂടെ താളി കയ്യിലെടുത്ത് ഒരു ദാസിയും വരുന്നത് കണ്ടു. അവർ കടന്നുപോയപ്പോൾ ഉണ്ണായി വാര്യർ പറഞ്ഞു, കാതിലോല. ഉടനെ നമ്പ്യാർ മറുപടി പറഞ്ഞു, നല്ല താളി. സത്യത്തിൽ ഇത് മറ്റാരെങ്കിലും കേട്ടാൽ ഒരു കുഴപ്പവും തോന്നില്ല. അതിനാണ് അവർ ഇത്തരത്തിൽ പറഞ്ഞത്. ശരിക്കും അവർ കൈമാറിയ ആശയം എന്താണെന്ന് അറിയണ്ടേ? കാതിലോല. അതിലൂടെ അതിലോല എന്നാണ് ചോദിച്ചത്. അതായത് ആരാണ് അതിസുന്ദരി? കുളിക്കാൻ വന്ന യുവതികളിൽ ആരാണ് അതിസുന്ദരി എന്നാണ് കാതിലോല എന്നതിലൂടെ ചോദിച്ചത്. നല്ല താളി എന്ന നമ്പ്യാരുടെ മറുപടിയുടെ അർത്ഥവും ഇതുപോലെയാണ്. നല്ലത് ആളി. ആളി എന്നാൽ തൊഴി, ദാസി എന്നങ്ങനെയാണ് അർത്ഥം. അപ്പോൾ സുന്ദരി ദാസിയാണെന്ന് നമ്പ്യാർ പറഞ്ഞു. മറ്റാരെങ്കിലും കേട്ടാൽ അവർ താളിയുടെയും ഓലയുടെയും കാര്യം പറഞ്ഞതാണെന്നേ തോന്നുകയുള്ളൂ. കുഞ്ചൻ നമ്പ്യാരുടെ ഫലിത കഥകളിൽ ഒന്നാണ് ഇത്. ഇത്തരത്തിലുള്ള കൂടുതൽ കഥകൾ കണ്ടെത്തി വായിക്കുവാനും അങ്ങനെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുവാനും കൂട്ടുകാർ ഈ അവധിക്കാലം പ്രയോജനപ്പെടുത്തണേ. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് നാം തിരിച്ചറിയുന്നത്. മെയ് 8 ലോക റെഡ് ക്രോസ് ദിനമാണ്. ലോകമെമ്പാടും മനുഷ്യത്വം നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സാമൂഹിക സംഘടന ജൂനിയർ റെഡ് ക്രോസ് എന്ന പേരിൽ നമ്മുടെ സ്കൂളിലും പ്രവർത്തിച്ചു വരുന്നു. ലോക റെഡ് ക്രോസ് ദിനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് നയന സതീഷ്. I pledge myself to care for my health and that of others, to help the sick and suffering, especially children, and to look upon other children all over the world as my friends. ആരോഗ്യം, സേവനം, സൗഹൃദം എന്നീ തത്വങ്ങളിൽ അധിഷ്ഠിതമായ ഈ ഒരു പ്രതിജ്ഞ കേൾക്കാത്തവരായി ആരുമുണ്ടാകില്ല. 1920 സ്ഥാപിതമായ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ വിദ്യാർത്ഥിയുടെ കൂട്ടായ്മയായ JRC ജൂനിയർ റെഡ് ക്രോസ് സൊസൈറ്റിയിലെ വെള്ളരിപ്രാവുകൾ ഓരോ ക്ലാസ് റൂമിലും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സമാധാനത്തിന്റെ മഴ വർഷിച്ചുകൊണ്ട് നമ്മുടെ സെന്റ് ഫിലോമിനാസ് ഹയർ സെക്കൻഡറി സ്കൂളിലും പാറിപ്പറക്കുന്നു. ജാതി, മത, വർഗ, രാഷ്ട്രീയതരമായും നിഷ്പക്ഷമായും പ്രവർത്തിക്കുന്ന ഈ ഉത്തമ സംഘടന യുവതലമുറയിൽ സേവന സന്നദ്ധത, സ്വഭാവ രൂപീകരണം, ദയ, സ്നേഹം, ആതുര ശുശ്രൂഷ, വിദ്യാഭ്യാസ പ്രചരണം എന്നീ ഉത്കൃഷ്ട ദർശനങ്ങൾ വളർത്താൻ സഹായിക്കുന്നു. ഈ വർഷത്തെ ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെ പ്രമേയം മാനവികതയെ നിലനിർത്തുക എന്നതാണ്.
മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളുടെയും പ്രതിസന്ധികളുടെയും സമയത്ത് മാനുഷിക പ്രവർത്തകർ നേരിടുന്ന ദൈനംദിന അപകടങ്ങളെക്കുറിച്ചും അവരുടെ ജീവൻ രക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ബഹുമാനിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കാനുള്ള നമ്മുടെ കൂട്ടായ കടമയെക്കുറിച്ചുമുള്ള ഹൃദയസ്പർശിയായ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ദിനാചരണം. മനുഷ്യ സ്നേഹങ്ങളായ ഉത്തമ പൗരന്മാരെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ നമ്മുടെ സ്കൂളിൽ പ്രവർത്തിക്കുന്ന ജൂനിയർ റെഡ് ക്രോസ് സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നത് അധ്യാപകരായ ശ്രീ സ്വരൻ സാറും ശ്രീമതി ഗ്രീറ്റ ടീച്ചറുമാണ്. ഈ അധ്യാപകർക്കും സംഘടനയിലെ എല്ലാ അംഗങ്ങൾക്കും ലോക റെഡ് ക്രോസ് ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി കരുന്നവർക്കായിരിക്കും അത്രയും ഭംഗിയായി ചിരിക്കാൻ കഴിയുക. അതിനാൽ ചിരിക്കുക. ഉള്ളിൽ ഒരാകാശം കരയുന്നുണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ പ്രതീക്ഷകൾ അപ്പാടെ തകർത്തുകൊണ്ട് പല പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറാറുണ്ട്. അവയുടെ അവസാനവും നാം എത്തിച്ചേരുന്നത് മറ്റൊരു പ്രതീക്ഷയുടെ തുടക്കത്തിലാകും. എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയിൽ. അമർ അക്ബർ അന്തോണി എന്ന ചിത്രത്തിൽ ശ്രേയ ജയദേവ് പാടിയ ഒരു ഹൃദയസ്പർശിയായ ഗാനം നമുക്കായി ആലപിക്കുന്നത് ശ്രീനന്ദ TV. എന്നോ ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ട നിന്തി വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ട നിന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വളയിട്ട കൈകൊട്ടി പാടുന്ന തത്തമ്മേ കിളിയുടെ പാട്ടു കേട്ടില്ല ഞാൻ, വണ്ണാത്തിപ്പൊളിയാനു മണ്ണാര കണ്ണാൻ മണ്ണപ്പം ചുട്ടു കൊടുത്തില്ലേ ഞാൻ, മാനത്തോടെ മേഘത്തേരിൽ മാലകമാരെത്തും നിറം, മാല കോർത്തു മാറിലണയ്ക്കാൻ മുല്ലപ്പൂക്കളില്ല, എൻ്റെ കയ്യിൽ മുത്തും പൊന്നുമില്ല. ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ല നട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ടാ വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ട നിന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. വന്നെങ്കിലും വെളിക്കുട്ടനും തുമ്പിക്കും പിന്നെയും കൂട്ടായി തേൻ വസന്തം, തന്നെങ്കിൽ ഓരോരോ ചുണ്ടിലും മായാത്ത പുഞ്ചിരി ചാലിച്ചെടുത്ത ചന്തം, കൊക്കൊരുമി മാമരത്തിൽ കുയിലിണകൾ പാടിയെങ്കിൽ, കാട്ടരുവി കിട്ടും പൊലുസുകൾ പൊട്ടിച്ചിരിച്ചുവെങ്കിൽ, സ്വപ്നങ്ങൾ മുട്ടിട്ടുണർന്നുവെങ്കിൽ, ഇന്നു ഞാൻ എൻ്റെ മുറ്റത്തോരറ്റത്ത് പുന്നാരിച്ചു മുല്ല നട്ടു, കണ്ണീർ തേവി നനച്ചു കിനാവിൻ്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിട്ടു, മിണ്ടാതെത്തിയ കാറ്റൊരു കൗതുകം കൊണ്ട വള്ളിയിലൊന്നു തൊട്ടു, രണ്ടാം നാളിൻ്റെ ജീവനമുട്ട നിന്തേ വന്നു കട്ടു, ഇരുട്ടിൻ്റെ കൂട്ടിൽ കൊണ്ടേയിട്ടു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. നമ്മൾ കരയുന്നത് കണ്ട് നമ്മുടെ അമ്മ സന്തോഷിച്ച ദിവസമുണ്ടാകുമോ? അങ്ങനെയൊരു ദിവസമുണ്ട്. ഏതാണെന്നല്ലേ? നാം അമ്മയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീണ ദിവസം.
പിന്നീട് അങ്ങോട്ട് നമ്മുടെ കുഞ്ഞു പുഞ്ചിരിയിലേക്ക് അമ്മയുടെ ലോകം തന്നെ ചുരുങ്ങിപ്പോകുന്നു. അമ്മയ്ക്ക് പകരം വയ്ക്കാൻ ഈ ഭൂമിയിൽ മറ്റാരാണുള്ളത്? അമ്മ എന്ന വാക്കിനർത്ഥം അറിയുന്നവർക്ക് കണ്ണു നനയാതെ കേൾക്കാനാവാത്ത വരികളുമായി ഹൃദയസ്പർശിയായ ഒരു നാടൻ പാട്ട് ആലപിക്കുന്നത് നിവേദ്യ MS. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണിയുടെ അമ്മയെ കണ്ടോരുണ്ടോ? കാലമതി കാലേ കൂരേന്ന് പോയില്ലേ, തിരികെ വന്നപ്പോ കണ്ടില്ലോളെ. കഞ്ഞി കുടിക്കാണ്ട്, പഴം കഞ്ഞി കുടിക്കാണ്ട്, കാലം പുലർക്കാലെ പോയതാണേ. മേലെ കണ്ടത്തിൽ വിത്തേറിയാനായി, നേരം പുലർക്കാലെ പോയതാണേ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, ഉണ്ണിയുടെ അമ്മ ഇതെങ്ങോ പോയി. കർക്കിടക പെയ്ത്തിൽ പെരുവെള്ളമൊഴുകിപ്പോയി ഉണ്ണിയുടെ അമ്മ. ഉണ്ണി കരയുന്നേ, പൊന്നുണ്ണി കരയുന്നേ, എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി, എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി, എൻ്റെ പൂങ്കാവിതെങ്ങോ പോയി. യാത്രകൾ എന്നും നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്നു. ചിലതെല്ലാം നമ്മിലേക്ക് താനെ എത്തിച്ചേരുന്നതാണ്. എന്നാൽ മറ്റു ചിലത് നാം സ്വയം നേടിയെടുക്കേണ്ടതും എത്തിച്ചേരേണ്ടതുമാണ്. അങ്ങനെയൊന്നാണ് യാത്രകൾ. ഈ അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം വയനാട്ടിലേക്ക് നടത്തിയ മനോഹരമായ ഒരു യാത്രയുടെ വിവരണം പങ്കുവയ്ക്കുന്നു ആര്യ CM. സഞ്ചാരികൾക്കും എന്നും പുതുമ നിറഞ്ഞ കാഴ്ചകൾ സമ്മാനിക്കുന്ന സുന്ദരമായിട്ടാണ് വയനാട്. വയലും നാടും കാടും ചേർന്നൊരു അപൂർവ പ്രദേശങ്ങളാണ് ഇവിടം. താമരശ്ശേരി ചുരം കയറുന്ന തൂമതൽ വയനാടിന്റെ ദൃശ്യചരിത്രത്തിലേക്ക് തുടക്കമാകും. ചെറുതും വലുതുമായ നൂൽമഴയും കോടമഞ്ഞ് പെയ്തിറങ്ങുന്ന ഈ ഹരിതഭൂമിയിൽ എവിടേക്ക് കണ്ണു വായിച്ചാലും കാഴ്ചയിലേക്കുള്ള കയറ്റങ്ങളാണ്. മനോഹരങ്ങളായ കുന്നിൻ ചെരുവുകളും ഏലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് വയനാടിനെ കൂടുതൽ മനോഹരമാക്കുന്നത്. യാത്രക്കാർക്ക് കുളിരുന്ന കാഴ്ചയും കുളിർമയാക്കുന്ന കാലാവസ്ഥയും പകരുന്ന വയനാട് എന്നും സഞ്ചാരികളുടെ പറുദീസാണ്. അതിരാവിലെ സൂര്യൻ ഉദിക്കാൻ പോകുമ്പോൾ കോടമഞ്ഞ് മൂടിയ സ്ഥലങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ തീർച്ചയായും ഒരാവശ്യമാണ്. വയനാട്ടിൽ പ്രശസ്തമായ മെറിൻ ക്യൂബ് റിസോർട്ടിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നത്. അതിരാവിലെ ഉദയസൂര്യൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഞങ്ങൾ ഉണർന്ന് റെഡിയായി. വയനാടിൻ്റെ സുന്ദരി അനുവരുന്നത് കാണുവാൻ മഞ്ഞ് പുതഞ്ഞ മലകൾക്കിടയിൽ വയലുകളും കുന്നുകളും വനഭംഗികളും തിലകം കുറിയായി. ചരിത്ര സ്മാരകങ്ങളും തടാകങ്ങളും ഇതിനിടയിൽ തനിമ മാറാത്ത ഗ്രാമങ്ങൾ. വേറിട്ട യാത്രയിൽ വയനാടിൻ്റെ സ്വന്തം കാഴ്ചകൾ ഇവയാണ്: മുൻമുടി വെള്ളച്ചാട്ടം, ബണാസുര നഗർ അണക്കെട്ട്, കുറുമ്പലക്കെട്ട് മല, വയനാട് മ്യൂസിയം, എന്നൂർ ഗ്രാമം. ഇവയാണ് ആദ്യ ദിവസം ഞങ്ങൾ സന്ദർശിച്ചത്. രണ്ടാം ദിവസം ഞങ്ങൾ വയനാട് വന്യജീവി സങ്കേതം, എടക്കൽ ഗുഹ, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം, സൂചിപ്പറ, വെള്ളച്ചാട്ടം, ഗ്ലാസ് ബ്രിഡ്ജ് എന്നിവ സന്ദർശിച്ചു. കുയിലുള്ള കാഴ്ചകളുടെ പറുദീസാണ് മനസ്സിൽ ആ നാടിനുള്ള ഇടം. നമുക്ക് ചുറ്റുമുള്ള ചരിത്ര നിർമ്മിതികൾ അല്ലെങ്കിൽ കാലാവസ്ഥ സൃഷ്ടികൾ അടുത്ത് കാണുമ്പോൾ ഉള്ളിൽ നിന്നും അറിയാതെ ഉണ്ടാകുന്ന ഒരു കോരിത്തിരിപ്പുണ്ടല്ലോ, അത് ചിലത് നമ്മുടെ കണ്ണുകൾ നിറയ്ക്കും, ചില കഥകൾ രോമാഞ്ചമുള്ളതാകും. ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു യാത്ര, അടുത്തൊരു യാത്രയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനി. ആ കാറ്റ് കണ്ട ആ പച്ചപ്പൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയണം. കണ്ടു തീർക്കാൻ ഇനിയും ഒരുപാടുണ്ടെങ്കിലും പ്രകൃതിയിൽ നിന്ന് ആവിഷ്കരിച്ച പുതിയ ഊർജവുമായി ഞങ്ങൾ തിരിച്ച് ചൂര ഇറങ്ങുന്നു. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. തിരക്ക് പിടിച്ച ഇന്നത്തെ ജീവിതത്തിൽ പലപ്പോഴും ചിരിക്കാൻ പോലും പലരും മറന്നുപോകുന്നു. എന്നാൽ
നമ്മുടെ ഈ മാനസിക സമ്മർദ്ദങ്ങളെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്ന സൗജന്യമായി നമുക്ക് ലഭിക്കുന്ന ഒരു മരുന്നാണ് ചിരി. ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പല പ്രതിസന്ധികളും മാനസിക പ്രശ്നങ്ങളും മനസ്സ് നിറഞ്ഞ ഒരു ചിരിയിലൂടെ നമുക്ക് നേരിടാനാകും എന്ന് നമുക്ക് കാണിച്ചു തന്ന പുസ്തകമാണ് ശ്രീ ഇന്നസെന്റിന്റെ ക്യാൻസർ വാർഡിലെ ചിരി. ഈ പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ അറിയാം ഷിഗായമാറിന്റെ വാക്കുകളിലൂടെ. എല്ലാവർക്കും നമസ്കാരം. മലയാള സിനിമാ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു വലിയ കലാകാരനാണ് ശ്രീ ഇന്നസെന്റ്. അദ്ദേഹം എഴുതിയ ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഭയമാണ്. ക്യാൻസർ രോഗികളെ കാണുമ്പോൾ സഹതാപമാണ്. അവിടെയാണ് ഈ പുസ്തകം ഒരു പ്രചോദനമാകുന്നത്. ജീവിത പ്രശ്നങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്നവർക്കുള്ള പ്രചോദനം. ചിരിച്ചും ചിരിപ്പിച്ചും മലയാളിയുടെ ജീവിതത്തെ ആഘോഷപൂർണ്ണമാക്കുന്നതിനിടയിലാണ് ഇന്നസെന്റിന് ക്യാൻസർ എന്ന മഹാവ്യാധി പിടിപെടുന്നത്. താമസിയാതെ ഭാര്യ ആലീസിനും ഈ രോഗം പിടിപെട്ടു. ആ കാലത്തിൻ്റെ ഓർമ്മകളാണ് ഈ പുസ്തകത്തിലൂടെ അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഇത് വായിച്ചു തീരുമ്പോൾ ഫലിതത്തിനും ഇച്ഛാശക്തിക്കും മുൻപിൽ രോഗം വഴിമാറുന്നത് നാം കാണുന്നു. നിരാശരാകുമ്പോഴല്ല, നേരിടുമ്പോഴാണ് മഹാരോഗങ്ങളെയും ജീവിത ദുരന്തങ്ങളെയും മറികടക്കാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. കുട്ടിക്കാലത്തിൻ്റെ നല്ല ഓർമ്മകളിലൂടെയാണ് ഈ പുസ്തകരചന ആരംഭിക്കുന്നത്. മരണ ടിക്കറ്റ് എടുത്ത് ഭാവത്തോടെ ക്യാൻസർ ചികിത്സയ്ക്കായി പോകുന്ന വിവിധ അനുഭവങ്ങളെ അദ്ദേഹം പങ്കുവയ്ക്കുന്നു. എന്നാൽ പിന്നീട് രോഗത്തിൻ്റെ വിഷമതകൾക്കിടയിൽ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ച് രോഗത്തെ ചേർത്തു നിർത്താനുള്ള ശ്രമങ്ങൾ ഈ പുസ്തകത്തിലുടനീളമുണ്ട്. രോഗക്കിടക്കയിൽ പ്രതീക്ഷയോടെ ജീവിക്കണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരു പുസ്തകം. രോഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഫലിതപൂർണമായ സമീപനം ചികിത്സയിൽ വളരെയേറെ ഗുണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കുമല്ലോ. നന്ദി. ഓരോ അവധിക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത് സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നാളുകളാണ്. പക്ഷേ മൊബൈൽ ഫോണിൻ്റെയും ടിവിയുടെയും മുന്നിൽ ജീവിക്കുന്ന ഇന്നത്തെ പുതുതലമുറയ്ക്ക് ഈ ദിനങ്ങളും മാറ്റമില്ലാതെ കടന്നു പോകുന്നു. എന്നാൽ പാടത്തും പറമ്പിലും കൂട്ടുകാരോടുമൊപ്പം ആടിത്തിമിർത്ത് കളിച്ചു നടന്ന ഒരു ബാല്യകാലത്തെക്കുറിച്ച് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും പറയാൻ മധുരിക്കുന്ന 1000 ഓർമ്മകളുണ്ടാവും. ഓളങ്ങൾ എന്ന ചിത്രത്തിൽ ONV കുറുപ്പിൻ്റെ രചനയിൽ ഇളയരാജ സംഗീതം നിർവഹിച്ച് എസ് ജാനകി ആലപിച്ച ഒരു മനോഹര ഗാനമുണ്ട്. ബാല്യകാലത്തിൻ്റെ അത്ഭുതങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഗാനം. നമുക്കായി ആ ഗാനം ആലപിക്കുന്നു ശ്രീനന്ദ TV. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാണീലകളിലായത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാണീലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. മന്ത്രത്താൽ പായുന്ന കുതിരേ മാണിക്യ കയ്യാൽ തൊടാം. മന്ത്രത്താൽ പായുന്ന കുതിരേ മാണിക്യ കയ്യാൽ തൊടാം. ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിലെ ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഊഞ്ഞാലേ പാടാമോ ഊഞ്ഞാലേ പാടാമോ. മാനത്തെ മാമൻ്റെ തളികയിൽ മാമുണ്ണാൻ പോകാമോ നമുക്കിനി. തുമ്പീവാ തുമ്പക്കുടത്തിൻ തുഞ്ചത്താൽ ഊഞ്ഞാലിടാം. ആകാശ പൊന്നാണീലകളിലായത്തിൽ തൊട്ടി വരാം. തുമ്പീവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തെ ഊഞ്ഞാലിടാം. പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്തെ തേൻ തുള്ളിയായി. പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്തെ തേൻ തുള്ളിയായി. കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ. കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ ഊഞ്ഞാലേ പാടിപ്പോയി ഊഞ്ഞാലേ
നെല്ലിക്കമണി തരു തുമ്പീവ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായി ഊഞ്ഞാലിടാം ആകാശ പൊന്നാണിയിലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. തമ്മിൽ ഒരു ബന്ധവുമില്ലേലും ചിലർ ഒരുമിച്ച് കൂടിയാൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട്. നമ്മുടെ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും പോലെ അത് അനുഭവിച്ച് തന്നെ അറിയണം. ഞാൻ എന്താണ് ഈ പറയുന്നതെന്നാവും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? ഈ വേനൽ ചൂടിൽ നമ്മുടെ വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കാൻ നമ്മുടെ പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒരുമിച്ചെത്തുന്നു. നല്ല ടേസ്റ്റി മാംഗോ ഫ്രൂട്ടിയുടെ റെസിപ്പിയുമായി വരുന്നു ധ്യാൻ ഭൂപതി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വേനൽ അവധി കളിച്ച് തിമിർത്ത് ആഘോഷിക്കുകയാവും അല്ലേ? കളിച്ച് ക്ഷീണിച്ച് വരുമ്പോൾ തണുത്തതെന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നാം ആശിക്കാറില്ലേ? അത് നല്ല തണുത്ത മാംഗോ ഫ്രൂട്ടി ആണെങ്കിലോ ആഹാ ഉഷാറായി. മാംഗോ ഫ്രൂട്ടി വാങ്ങാൻ ആരും കടയിൽ പോകേണ്ട ആവശ്യമില്ല കേട്ടോ. കടയിൽ നിന്നും ലഭിക്കുന്ന അതേ ടേസ്റ്റിൽ മാംഗോ ഫ്രൂട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അതെങ്ങനെ എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? ദാ കേട്ടോളൂ. ഫ്രൂട്ടി തയ്യാറാക്കാനായി നമുക്ക് വേണ്ടത് ഒരു പച്ച മാങ്ങയും ഒരു പഴുത്ത മാങ്ങയും. ഇവ രണ്ടും തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുത്ത് മിക്സിയിൽ നന്നായി അരച്ചെടുക്കുക. ഇനി അടുപ്പിൽ ഒരു പാൻ ചൂടാക്കാൻ വയ്ക്കുക. ഇതിലേക്ക് വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇത് തിളച്ചു വരുമ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും പകുതി ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്യുക. ചൂടാറിയതിനു ശേഷം ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കാം. ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് മാംഗോ ഫ്രൂട്ടി റെഡി. ഇത്ര സിമ്പിളായ മാംഗോ ഫ്രൂട്ടി ഉണ്ടാക്കാമെങ്കിൽ വെറുതെ എന്തിനാ കടയിൽ പോയി ഫ്രൂട്ടി വാങ്ങുന്നത് അല്ലേ? മാമ്പഴക്കാലമായതിനാൽ ഇപ്പോൾ പച്ച മാങ്ങയും പഴുത്ത മാങ്ങയും നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഈ മാംഗോ ഫ്രൂട്ടി റെസിപ്പി ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമസ്കാരം. കഴിഞ്ഞ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ വായിക്കുന്നത് 5Bയിൽ നിന്നും ഐശ്വര്യ മേരി. മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് SPC കുട്ടികളുടെ നേതൃത്വത്തിൽ കോനമാവ് ജംഗ്ഷനിലെ ഓട്ടോ ഡ്രൈവേഴ്സിനെയും ലോഡിംഗ് ജീവനക്കാരെയും ആദരിച്ചു. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ സിനു ക്ലീറ്റേഴ്സ്, HM ശ്രീമതി മിനി ഏലിയാസ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ ഷാരോൺ പണിക്കർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ബിജു പഴമ്പള്ളി, PTA പ്രസിഡന്റ് ശ്രീ ബിബിൻ MK, SPC PTA പ്രസിഡന്റ് അരുൺ ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. സമഗ്ര ഗുണമേന്മ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പഠനത്തിൽ പിന്നോക്കം നിന്ന 8ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പുനർപരീക്ഷകൾ നടത്തി. 1 മാസക്കാലം നീണ്ടുനിന്ന പഠന പിന്തുണ ക്ലാസുകൾ ശേഷമാണ് പുനർമൂല്യനിർണയം നടന്നത്. 2025-26 അധ്യയന വർഷത്തെ 9-10 ക്ലാസുകളിലെ പഠന പുസ്തക വിതരണം മെയ് 2 വെള്ളിയാഴ്ച നടത്തി. സിവിൽ സർവീസ് ജേതാക്കൾ ചരിത്ര താളുകളിൽ സെന്റ് ഫിലോമിനസ് HSSന്റെ നാമധേയം സുവർണ ലിപികളാൽ ആലംഘനം ചെയ്ത ഡോക്ടർ അക്ഷയ് രാജിന് സെന്റ് ഫിലോമിനസ് കുടുംബത്തിന്റെ അഭിനന്ദനങ്ങൾ. നമ്മുടെ വിദ്യാലയത്തിലെ 2012 SSLC ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു ഡോക്ടർ അക്ഷയ് രാജ്. ഇതോടെ കഴിഞ്ഞ ആഴ്ചയിലെ സ്കൂൾ വാർത്തകൾ സമാപിച്ചു. എവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം. കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ.
ഫോട്ടോയ്ക്ക് വേണ്ടി ഒരു നിമിഷത്തേക്ക് പുഞ്ചിരിച്ചാൽ ആ ഫോട്ടോ നന്നാവുന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവൻ പുഞ്ചിരിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ നന്നായേനെ, അല്ലേ? ചേലുള്ളൊരു ചിരിയോളം അഴകുള്ളൊരു വസന്തവുമില്ല. അതേ കൂട്ടുകാരെ, നമ്മുടെ സന്തോഷം അത് നമ്മുടെ തീരുമാനമാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. എന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും. അതിനാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവുകളും നമുക്ക് പോസിറ്റീവാക്കി മാറ്റാം, നല്ലൊരു പുഞ്ചിരിയോടെ. ഈ ഒരു ചിന്ത നിങ്ങളിലേക്ക് നൽകിക്കൊണ്ട് ഈ ആഴ്ചത്തെ റേഡിയോ പ്രിയോർ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു കിഡിലൻ എപ്പിസോഡുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ആൻഡ് മരിയ റൊസാലിയ സൈനിങ് ഓഫ്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം.